ത്രിയേക ദൈവത്തിന് സ്തുതി. വന്യ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ വലിയ നോയമ്പിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ആരാധനയിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ യേശുതമ്പുരാന്റെ അത്ഭുത പ്രവൃത്തിയിലൂടെ നോമ്പിലേക്ക് പ്രവേശിച്ചു. അവിടെ യേശുതമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ വഴി അവൻ പറയുന്നത് അനുസരിക്കുക എന്നതാണ്. നോമ്പിന്റെ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ നാം സ്വയമേ ഒന്ന് ചോദിച്ചു നോക്കൂ, ഈ നോയമ്പ് എത്ര ഗൗരവത്തോടെയാണ് നാം നോക്കിക്കാണുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ഒട്ടും ഗൗരവം കുറയാതെ കൂടുതൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിഷ്ഠയിലും ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നൊയമ്പിലെ ഈ ആഴ്ച ഗർഭോ ഞായർ എന്നറിയപ്പെടുന്നു. യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ ദിവസം. ഇന്ന് നാം വായിച്ചു കേട്ട ഏവങ്കേലിയോൻ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വേദപുസ്തക പശ്ചാത്തലം നമുക്കേവർക്കും സുപരിചിതമാണ്. ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ച് യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. അതിന് മറുപടിയായി യേശു തമ്പുരാൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ അവന്റെ രോഗം ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായി മാറ്റപ്പെടുന്നതായി നാം കാണുന്നു. നമുക്കറിയാം, കുഷ്ഠം എന്നതൊരു മാരക രോഗമാണ്. ഇത് ശരീരത്തിൽ പടർന്നു പിടിക്കുന്നതിനോടൊപ്പം ശരീരത്തെ മുഴുവൻ വികൃതമാക്കി മാറ്റുകയും ചെയ്യുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ കുഷ്ഠം എന്ന രോഗം വന്നു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിൽ നികൃഷ്ടനും നിന്ദിതനും അവഗണന ഏറ്റുവാങ്ങുന്നവനും ഒറ്റപ്പെട്ട് പാളയത്തിന് പുറത്താക്കപ്പെടുന്നവനുമാവുന്നു. ആധുനിക കാലഘട്ടത്തിൽ നാം എല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ കുഷ്ഠരോഗത്തിന് അടിമയാണ്. ശരീരത്തിന് മാത്രമേ കുഷ്ഠം ബാധിക്കാത്തതായുള്ളൂ. എന്നാൽ മനസ്സും ആത്മാവും അഹങ്കാരം, കോപം, വെറുപ്പ്, വക്രത, നിഗളം എന്നീ പാപമാകുന്ന കുഷ്ഠത്താൽ നിറഞ്ഞിരിക്കുന്നു. കുഷ്ഠരോഗിയായ മനുഷ്യൻ തന്റെ രോഗം സുഖപ്പെടുത്തണമേ എന്ന് കർത്താവായ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി യാചിച്ചപ്പോൾ അവന് മറുപടി ലഭിച്ചു. അതുപോലെ നാമും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ യേശുതമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. അവൻ തീർച്ചയായും മറുപടി തരും. പാപിയായ മനുഷ്യന്റെ പശ്ചാത്താപത്തിലുപരി സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട നിന്ദിതനായ ഒരു മനുഷ്യൻ തന്റെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ യേശുതമ്പുരാന്റെ ചിത്രവും നമുക്കവിടെ കാണാം. 2025-ാം ആണ്ടിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും പല കാരണങ്ങളാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അനേകായിരം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇത്തരം ഉൾവലിഞ്ഞ് ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വലിയ നോയമ്പ് കാലയളവിൽ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നതിന്റെ ആവശ്യകത ഇവിടെയാണ് നാം കാണുന്നത്. ക്രിസ്തുവിന്റെ കരങ്ങളായി മറ്റുള്ളവരെ സ്പർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നൈരാശ്യത്തിലും ഏകാന്തതയിലും ജീവിക്കുന്നവർക്ക് സ്നേഹസ്വാന്തനമാകുവാൻ നമുക്ക് സാധിക്കണം. ശാരീരികമായ വേദന അനുഭവിക്കുന്നവരെക്കാൾ മാനസികമായ വേദന അനുഭവിക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം വനിതാ ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി 1-2 വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു. 1975 മുതലാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുവാൻ UN തീരുമാനമെടുത്തത്. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, സ്ത്രീകളുടെ നേട്ടങ്ങൾ കാട്ടുക, സ്ത്രീകൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ തിരിച്ചറിയുക എന്നതാണ് വനിതാ ദിനത്തിന്റെ ലക്ഷ്യം. എല്ലാ വർഷവും വ്യത്യസ്ത പ്രമേയവുമായി അന്താരാഷ്ട്ര വനിതാ ദിനം നാം ആഘോഷിക്കുന്നു. എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവകാശം, സമത്വം, ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രമേയം. ലിംഗസമത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്നതാണ് ഈ പ്രമേയം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഒരു കാലത്ത് കുടുംബങ്ങളിൽ 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ട സ്ത്രീ ജനത അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അതിജീവനത്തിലൂടെ മുന്നേറി. ഇന്ന് സാംസ്കാരികം, സാമൂഹികം, വിദ്യാഭ്യാസം, മത, രാഷ്ട്രീയ, ആത്മീയ രംഗങ്ങളിലും പുരുഷന്മാരോടൊപ്പം മുൻപന്തിയിൽ എത്തിയിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലും അതിജീവനത്തിലൂടെ മുന്നേറി വന്ന അനവധി സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. താഴ്മയുടെ പര്യായമായ പരിശുദ്ധ ദൈവമാതാവ്, രാജ്ഞിയായി മാറിയ അടിമ പെൺകുട്ടി എസ്തേർ, പരാധീനതകൾക്കിടയിലും ലക്ഷ്യബോധത്തോടെ മുന്നേറിയ രൂത്തും നവോമിയും, പ്രവാചകയും ന്യായപാലികയുമായ ദെബോറ എന്നിവരാണവർ. ചരിത്രത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ എലിസബത്ത് രാജ്ഞി, ഇന്ദിരാഗാന്ധി, ഹെലൻ കെല്ലർ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഝാൻസി റാണി, അഗതികളുടെ അമ്മ മദർ തെരേസ എന്നിവരും അവരവരുടേതായ മേഖലകളിൽ മികവ് പുലർത്തിയ സ്ത്രീരത്നങ്ങൾക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു, ഭോഷത്വമായവളോ സ്വന്തം കൈകളാൽ അത് തകർത്ത് കളയുന്നു. ഈ ഒരു ചിന്തയിലൂടെ വനിതാ ദിനത്തിന്റെ പ്രാധാന്യവും സ്ത്രീകളിലെ ദൈവകൃപയും ചൂണ്ടിക്കാണിക്കുന്നു. മാവേലിക്കര യുവജന പ്രസ്ഥാനം വനിതകൾക്ക് മുൻഗണന നൽകി സ്വപ്നങ്ങൾക്കുമപ്പുറം ചങ്ങലകൾക്കുമപ്പുറം എന്ന ചിന്താവിഷയവുമായി ആരംഭിച്ച ഉയരെ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്.
ഈ ദിനത്തിന്റെ ഭാഗമാകുവാൻ സർവേശ്വരൻ എനിക്ക് നൽകിയ കൃപയ്ക്കും ഇതിന് അവസരം നൽകിയ വന്യ വൈദികർക്കും ഇടവക ഭാരവാഹികൾക്കും ഇടവക യുവജന പ്രസ്ഥാനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.